ജില്ലയിൽ ചങ്ങരംകുളത്ത് നന്നമുക്ക് പഞ്ചായത്തിലെ തെക്കുമുറി തൃക്കണ്ഠപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നൃത്തം ചെയ്ത 8 വയസ്സുകാരിയെ അപമാനിച്ചു വിട്ട സാമൂഹ്യ വിരുദ്ധർ. വീണ്ടും ക്ഷേത്ര പരിപാടിക്കിടെ ഒരു 8 വയസ്സുകാരിക്ക് അപമാനിതയായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. മറ്റെങ്ങുമല്ല, മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്ത് നന്നമുക്ക് പഞ്ചായത്തിലെ തെക്കുമുറി തൃക്കണ്ഠപുരം വിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംഭവം. ഉത്സവത്തിന്റെ ഭാഗമായി നൃത്തം ചെയ്ത 8 വയസ്സുകാരിയെ സാമൂഹ്യ വിരുദ്ധർ അപമാനിച്ചു വിടുകയായിരുന്നു. കുട്ടി നൃത്തം ചെയ്യുന്നതിനിടെ നിർബന്ധപൂർവം അവർ പാട്ട് നിർത്തി അവിടെ പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ഉത്സവ കമ്മിറ്റിക്കാർ തയ്യാറായതു കൂടിയില്ല എന്നതും നമ്മൾ ഇവിടെ എടുത്തു പറയണം. ഉത്സവ കമ്മിറ്റിക്കാരുടെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉയരുന്നത്. കുട്ടി നൃത്തം ചെയ്യാനായി സിനിമാ പാട്ടാണ് തിരഞ്ഞെടുത്തത് എന്ന കാരണത്താലാണ് പാട്ട് നിർത്തിയത് എന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. എന്നാൽ ഇതുകണ്ട് ഞെട്ടിത്തെറിച്ച കുട്ടി മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഒന്ന് സംസാരിക്കുക കൂടി ചെയ്തത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സങ്കടം എന്ന് പറഞ്ഞാൽ പെറ്റമ്മയ്ക്ക് സഹിക്കില്ല വിഷമങ്ങൾ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള് 8 വയസ്സ് ശ്രീ തൃക്കണ്ഠപുരം വിഷ്ണു ക്ഷേത്രം, അവിടെ പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസം പരിപാടി ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. അതിൽ പങ്കെടുത്തു. 2-3 ആഴ്ചയായി പ്രാക്ടീസ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഇന്നലെ കളിക്കാൻ പോയി. പരിപാടി 7 മണിക്ക്, വൈകിട്ട് 7 മണിക്കായിരുന്നു. മാമൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൂരാണ്, അവിടെ കളിക്കണമെന്നോ എല്ലാവരും കളിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ മോൾ അവിടെ കളിക്കണം എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ അവളെ പഠിപ്പിച്ചു. കളിക്കാനുള്ള ആഗ്രഹമായിട്ട് കുട്ടി വന്നു. 4 മിനിറ്റ് അടങ്ങിയൊരു പാട്ടായിരുന്നു. അതിൽ 2 മിനിറ്റിൻ്റെ കുട്ടി കളിച്ചു സന്തോഷത്തോട് കൂടിയിട്ട്. അപ്പോഴാണ് ആ കമ്മിറ്റിയുള്ള വ്യക്തി പറഞ്ഞത്, 2 മിനിറ്റ് കളിക്കുമ്പോഴേക്ക് പറഞ്ഞ് ഇനി ഇവിടെ കളിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പിന്നൂരിട്ടത് ബോക്സിൻ്റെ. അപ്പോൾ എന്തോ സിനിമ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വാശിയുടെ പേരിലുണ്ടാകാം, എന്തോ ആവട്ടെ. ഈ കളി കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാക്കിയ പോലെ കളിക്കുന്ന ഒരു കുട്ടീനെ എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് കാണിച്ചില്ല എന്നുള്ളൂ, ഉള്ളിൽ അതിനോട് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് എന്തായാലും ആ കുട്ടി കയറി സ്റ്റേജിൽ, അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ബഹളം ഉണ്ടാക്കിയ പോലെയായിരുന്നു. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞു, ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. ഉത്സവത്തിനെത്തിയ വലിയ ജനക്കൂട്ടത്തിന് മുന്നിലാണ് കുട്ടിയുടെ നൃത്തം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്ര മൈതാനിയിൽ നടന്ന വിവിധ കലാപരിപാടികളിൽ ചെറിയ കുട്ടികളുടെ നാടൻ പാട്ട് നടക്കുന്നതിനിടയിലാണ് മുക്കുതല ബേബിപ്പടിയിൽ താമസിക്കുന്ന അനീഷ് ധന്യ ദമ്പതികളുടെ മകളായ ശിഖ തന്റെ അവസരം വന്നപ്പോൾ സ്റ്റേജിൽ കയറി നൃത്തം കളിച്ചത്. അങ്ങനെ നൃത്തം കളിച്ചു തുടങ്ങുമ്പോൾ പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധർ ആ കുഞ്ഞു മനസ്സിനെ അപമാനിച്ച സ്റ്റേജിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണോ ഇതിന് കാരണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു കുട്ടിയാണ്. കുഞ്ഞു മനസ്സിൽ പോലും രാഷ്ട്രീയം കാണുന്ന ഇവരുടെ വികല മനസ്സിനും ഇതിനൊക്കെ മൗനാനുവാദം നൽകിയ കമ്മിറ്റി ഭാരവാഹികൾക്കും എന്തായാലും സമൂഹം മാപ്പ് നൽകില്ല. ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കടക്കൽ ക്ഷേത്രത്തിൽ വെച്ച പുഷ്പനെ അറിയാമോ എന്ന പാട്ടും കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന നോമ്പുതുറയുമെല്ലാം എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യക്തമായല്ലോ അല്ലേ? അമ്പലത്തിൽ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് വെക്കാം, പക്ഷേ സിനിമാ പാട്ട് വെച്ച നൃത്തം ചെയ്തതാണ് ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായത്.